ഒരു വട്ടമെങ്കിലും പാട്ട് പാടിയിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. പൊടി കുഞ്ഞു തൊട്ട് വലിയ ആൾക്കാർ വരെയും എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ പാട്ട് പാടിയിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഒരു 80% ആൾക്കാരും ചിലപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ വിട്ടിട്ടാണ് പറയുന്നത്. അപ്പം 80% ആൾക്കാരും ബാത്റൂം സിംഗേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ബാത്റൂം സിംഗേഴ്സ് അല്ലാതെ തന്നെ വേറെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് പേരുണ്ട് ഹെൽമെറ്റ് സിംഗേഴ്സ്. അറിയോ എന്ന് വെച്ചാൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റിനകത്ത് വെച്ച് പാട്ട് പാടുന്നത് ഭയങ്കര കിടിലമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ യേശുദാസിന്റെ ഒക്കെ പാട്ട് പാടി കഴിഞ്ഞാൽ ആ ഹെൽമെറ്റിനകത്തിലെ ഫീല് അങ്ങനെയാണ്. പിന്നെ വേറെ കുറച്ച് പേരുണ്ട് ഇൻസൈഡ് ദ കാർ സിങ് ചെയ്യുന്നവർ. അപ്പൊ അത് കാർ സിംഗേഴ്സ് എന്ന് വെച്ചാൽ അത് ആരെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കത്തില്ല, മിക്കപ്പോഴും ഒറ്റയ്ക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ പാട്ട് പാടുന്നത്. എങ്ങാണ് റേഡിയോയിലും ഏതെങ്കിലും പാട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് പാട്ട് പാടാൻ തുടങ്ങുക. എന്ന് വെച്ചാൽ നല്ല കിടിലമായിട്ട് ഇപ്പൊ യേശുദാസ് ഒക്കെ പാടുന്ന രീതിയിൽ, അല്ലെങ്കിൽ എം ജി ശ്രീകുമാരൊക്കെ പാടുന്ന രീതിയിലുള്ള പാട്ടുകളെല്ലാം എം ജി ശ്രീകുമാരനോട് ഒപ്പത്തോടൊപ്പം നിന്നായിരിക്കും പാട്ട് പാടുന്നത്. എങ്ങാണോ ഒരു സമയത്ത് സിഗ്നൽ പോയി കഴിഞ്ഞാൽ അപ്പൊ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ പാടിക്കൊണ്ടിരുന്ന ഈ ഒരു രാഗത്തിലാണ്. ഈ പാടുന്നവര് എപ്പോഴെങ്കിലും ഒക്കെ ഈ സ്വന്തമായിട്ട് പാടുന്നത് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഈ ബാക്കിയുള്ളവർ ഈ പാട്ട്, നമ്മൾ പാടുന്ന പാട്ട് ബാക്കിയുള്ളവർ ഏത് രീതിയിലാണ് കേൾക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാവും. ഈ ഹെൽമെറ്റിനകത്തില് പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിലോ ഒക്കെ എന്ന് വെച്ചാൽ അവർക്കറിയാം നമ്മൾ പാടുന്നത് നമ്മൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, വേറെ ആർക്കും ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ കിടിലമായിട്ട് പാട്ടും പാടി പോവാം. പക്ഷെ എപ്പോഴെങ്കിലും അഥവാ മറ്റേ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്ന് വെച്ചോ, കോള് വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അപ്പുറത്തുള്ളവൻ ബോധം കെട്ട് വീഴും ഈ പാട്ട് കേട്ട് തന്നെ. ബാത്റൂമിൽ പാട്ട് പാടുമ്പോൾ മിക്കപ്പോഴും ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഭയങ്കര എക്കോ. എന്ന് വെച്ചാൽ ഒരു സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസിങ് റൂമിനകത്തോ ഒക്കെ വെച്ച് പാടുന്ന ഒരു ഫീലാണ്, ഭയങ്കര എക്കോ ഒക്കെ വെച്ച്. അപ്പൊ ആ പാട്ട് കേൾക്കുന്നത് നമുക്ക് തന്നെ തോന്നും, എന്റെ പൊന്നോ എന്റെ കിടിലമായിട്ടാണ് ഞാൻ പാടുന്നത്, ഇതൊക്കെയാണോ പറഞ്ഞാൽ അവള് എന്റെ പാട്ട് കൊള്ളത്തില്ലെന്ന്. അതേസമയം ഈ ബാത്റൂമിന്റെ കഥ ഒന്ന് തുറന്ന് ഈ പാട്ട് പാടിക്കൊണ്ട് തന്നെ വെളിയിൽ വരണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഫീൽ ആവും പാട്ട് എങ്ങനെയാവുന്നതാണ്. ഈ ബാത്റൂമിനകത്ത് എക്കോ കാരണമാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല ഇതായിട്ട് ഫീൽ ചെയ്യുന്നത് പാട്ട്. എങ്ങനെ പാടിയാലും ഏത് രീതിയിൽ പാടിയാലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പരമാവധി ശ്രമിക്കുക ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ. ഇപ്പൊ ചില ഹൈപ്പിച്ച് പാട്ടുകളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പാടുന്നതിനെക്കാട്ടും നല്ലത് ആ സ്ഥലത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കുക, പാടാൻ പറ്റുന്ന സ്ഥലം വരുമ്പോൾ പാടുക. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്.